മോഡൽ എക്സാം ടൈം ടേബിളിലെ ഈ ചതി മനസ്സിലാക്കി പഠിച്ചാൽ ഈ ഒരു ഒറ്റ ചാപ്റ്ററിൽ നിന്നാണ് 10 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ 2 ചാപ്റ്റർ ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു റേസ് എഡ്യൂക്കേഷൻ. സോ ഇനി 20 ദിവസം മാത്രമാണ് മോഡൽ എക്സാമിന് അവശേഷിക്കുന്നത്. അതെ, ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് എങ്ങനെ A+ നേടാം എന്നുള്ളത് നമ്മൾ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഏറ്റവും ചാപ്റ്റർ വെയിറ്റേജ് ഉള്ളത് ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് ഏറ്റവും വെയിറ്റേജ് എന്നുള്ളത് മനസ്സിലാക്കി ഒരു സ്മാർട്ട് വർക്കിലൂടെ ഒരു കൃത്യമായ ടൈം ടേബിളിലൂടെ പഠിച്ചു പോകുക അല്ലെ. അതായത് മോഡൽ എക്സാം ടൈം ടേബിളിൽ ഈ ചതി അറിഞ്ഞ് പഠിച്ചാൽ മാത്രമേ A+ എന്നുള്ള സ്വപ്നം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റൂ. മക്കളെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരേ ദിവസം തന്നെയാണ് നിങ്ങൾ 2 എക്സാം എഴുതുന്നത്. അത് മാത്രമല്ല ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ല. അപ്പൊ വെയിറ്റേജ് അറിഞ്ഞ് തന്നെ പഠിക്കണം. അതായത് ഓണം എക്സാം ആയാലും ക്രിസ്മസ് എക്സാം ആയാലും നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. ഒരു ദിവസം 2 എക്സാം എഴുതുക, തൊട്ടടുത്ത ദിവസം 2 എക്സാം എഴുതുക എന്നുള്ള ഒരു സാധനം ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. അത് മാത്രമല്ല എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചാപ്റ്റർ ഒരു പബ്ലിക് എക്സാം പോലെ തന്നെ അതിന്റെ ഒരു മോഡൽ എക്സാം ആണ് നടക്കാൻ പോകുന്നത്. കംപ്ലീറ്റ് ചാപ്റ്റർ പഠിച്ചിട്ട് ആദ്യമായിട്ട് അവർ എക്സാം എഴുതാൻ പോവുക. അതിനേക്കാൾ നിങ്ങൾക്ക് മോഡൽ എക്സാമിന് A+ കിട്ടിയാൽ മാത്രമേ, A+ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ അല്ലെ. ആ കോൺഫിഡൻസ് നമുക്ക് എങ്ങനെ മേക്ക് ചെയ്യാം, ആ A+ നിങ്ങൾക്ക് എങ്ങനെ എത്താം എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അതെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 17-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, അന്ന് 2 എക്സാം എഴുതി വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തുന്ന നിങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് പിറ്റേ ദിവസം അടുത്ത 2 സബ്ജക്റ്റുകൾ പഠിച്ചെടുക്കേണ്ടതാണ്. അതായത് ശരിക്കും ഉറങ്ങാൻ പോലും എന്റെ മക്കൾക്ക് സമയം ഉണ്ടാവില്ല. ജസ്റ്റ് എന്ത് ചെയ്യാ, 17-ാം തീയതി ക്ഷീണം മാറ്റാനുള്ള സമയമില്ല, വീണ്ടും പഠിക്കണം 12 മണി വരെ. തോന്നുന്നു അത് പിന്നെയും ലാംഗ്വേജ് ആണ്, അവർക്കൊരു റിലാക്സേഷൻ ഒക്കെ കിട്ടും. എന്നാൽ 18-ാം തീയതി ഹിന്ദിയുടെ എക്സാം എഴുതി രാത്രി ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും പിറ്റേ ദിവസത്തേക്ക് പഠിച്ചെടുക്കും. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള 2 സബ്ജക്റ്റുകൾ 18 കഴിഞ്ഞ് 19-ാം തീയതി നിങ്ങൾ എഴുതാൻ പോവുകയാണ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അല്ലെ. അപ്പോ നമുക്ക് നോക്കാം, ഈ ഒരു കെമിസ്ട്രി എഴുതുന്ന ടൈമിൽ, ഈ ഒരു എക്സാം എഴുതുന്ന ടൈമിൽ ഏറ്റവും വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ഏതാണ് അല്ലെ. എങ്ങനെയാണ് മോഡൽ എക്സാമിന് നമ്മൾ A+, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് മോഡൽ എക്സാമിന് A+ വാങ്ങാം എന്നതാണ്. ഏതെങ്കിലും ചാപ്റ്റർ ഒഴിവാക്കിയോ അങ്ങനെയെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും അല്ലെ. ഒരു ചാപ്റ്റർ ഒഴിവാക്കിയാൽ, 2 ചാപ്റ്റർ ഒഴിവാക്കിയാൽ പോലും നിങ്ങൾക്ക് A+ എത്താൻ സാധിക്കും, A+ നേടാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. വീണ്ടും ഞങ്ങൾ പറയുന്നു, 2 ചാപ്റ്റർ മക്കളോട് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനല്ല ഞങ്ങൾ പറയുന്നത്. ഇപ്പം മോഡൽ എക്സാമിന് A+ നേടി കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 ചാപ്റ്റർ തൽക്കാലം ഒഴിവാക്കി പഠിക്കാം. ഒരു ദിവസം 2 എക്സാം നടക്കുന്നതുകൊണ്ട് മാത്രമാണ് പബ്ലിക് എക്സാമിന് ഈ ചാപ്റ്ററും പഠിച്ചെടുക്കാനുള്ള ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് അവിടെ കിട്ടും. പക്ഷേ ഇവിടെ A+ കിട്ടിയാൽ മാത്രമേ നമ്മൾ പബ്ലിക് എക്സാമിലെ കോൺഫിഡൻസിലേക്ക് മോഡൽ എക്സാമിന് വേണ്ടി മാത്രമുള്ള ട്രിക്ക് ആണ്. ആദ്യം ചാപ്റ്റർ 1 നോക്കാം. കഴിഞ്ഞ 5 വർഷത്തെ എക്സാംസ് അനലൈസ് ചെയ്ത് തയ്യാറാക്കിയ ഒരു ഡേറ്റയാണ്. ഈ ഡാറ്റയിൽ വ്യക്തമായിട്ട് ഞങ്ങൾ പറയുന്നുണ്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻ, ഒരു ചാപ്റ്ററിന് 1 മാർക്ക് ക്വസ്റ്റ്യൻ എത്ര, 2 മാർക്ക് ക്വസ്റ്റ്യൻ എത്ര, 3 മാർക്ക് എത്ര, 4 മാർക്ക് എത്ര എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ ഈ ഡാറ്റ നിങ്ങൾക്ക് തരും അല്ലെ. ചാപ്റ്റർ 1 നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എക്സാമിന്. അതിൽ 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ മൊത്തം 8 മാർക്ക് ചോദ്യങ്ങൾ. ശ്രദ്ധിക്കുക, 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്റർ എന്നാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പൊ ചാപ്റ്റർ 2 എടുക്കുകയാണെങ്കിൽ അവിടെ നിന്നും നമ്മൾ 3 ക്വസ്റ്റ്യൻസ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അവിടെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതെ, കഴിഞ്ഞ ഇതിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല, പക്ഷെ അതിനൊപ്പം 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട്, 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട്, 1 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ. അപ്പോ ഏകദേശം 6 മാർക്കാണ് നമ്മൾ ചാപ്റ്റർ 2-ൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ചാപ്റ്റർ 3-ലേക്ക് പോവുകയാണെങ്കിൽ അഗെയിൻ 3 മാർക്കാണ് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ഓരോ ചോദ്യം അവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 4 മാർക്ക് ക്വസ്റ്റ്യൻ, വീണ്ടും 4 മാർക്ക് ക്വസ്റ്റ്യൻ ആ ചാപ്റ്ററിൽ നിന്നും, ചാപ്റ്റർ 3-ൽ നിന്നും ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഓർമ്മിക്കുക. അപ്പൊ ആ ഒരു ചാപ്റ്റർ വിട്ട് കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. 3 മാർക്കും 4 മാർക്കും ആ ചാപ്റ്ററിൽ നിന്നുണ്ട്. അഗെയിൻ ചാപ്റ്റർ 4-ലേക്ക് വരുമ്പോൾ 6 മാർക്കാണ്. 2 ചോദ്യങ്ങൾ, 2 ക്വസ്റ്റ്യൻ ആണത്. 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും പിന്നെ 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും. റെഡി അല്ലേ? അപ്പൊ ഈ മോഡൽ എക്സാമിനെ സംബന്ധിച്ച് ഈ ഒരു ചാപ്റ്റർ 2-ഉം അതേപോലെ ചാപ്റ്റർ 4-ഉം ഒഴിവാക്കിയാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, A+ലേക്ക് എത്താൻ സാധിക്കും. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഇത് പബ്ലിക് എക്സാമിന് യൂസ് ചെയ്യരുത് അല്ലെ. ഇപ്പൊ ടൈം ഇല്ലാത്ത കുട്ടികൾ, അതായത് ഇനിയും പഠിച്ചു തുടങ്ങാത്ത കാറ്റഗറി മാത്രം ഈ ഒരു കാര്യം അപ്ലൈ ചെയ്യാം. നിങ്ങൾ A+ എന്നുള്ള സ്വപ്നം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇത് പറയുന്നത്.
അതായത് ലാസ്റ്റ് മൊമെന്റിൽ എല്ലാം കൂടി പഠിച്ച് എന്റെ മനസ്സിൽ നിൽക്കുന്നില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പറയുന്ന മക്കളോട് ഞാൻ പറയുന്നു റിലാക്സ് ചെയ്ത് പഠിക്കാം. 2 ചാപ്റ്റർ തൽക്കാലം ഒന്ന് മാറ്റി ഈ 2 ചാപ്റ്റർ നിങ്ങൾക്ക് എപ്പോ പഠിക്കാന്ന് ചോദിച്ചാൽ മോഡൽ എക്സാം 21-ാം തീയതി അവസാനിക്കും, പിന്നെ പബ്ലിക് എക്സാം 3-ാം തീയതിയെ വരൂ. അതിനിടയിലുള്ള ഗ്യാപ്പിൽ നിങ്ങൾ ഈ 2 ചാപ്റ്റർ പഠിച്ചെടുക്കുക അല്ലെ. അതിനേക്കാൾ ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ആണ്. നമ്മുടെ മൈൻഡിന് കിട്ടുന്ന കോൺഫിഡൻസ്. 7 ചാപ്റ്റർ പഠിക്കാനുണ്ട് എന്നുള്ള തോന്നലിൽ നിന്നും 5 ചാപ്റ്റർ എനിക്ക് പഠിക്കാനുള്ളൂ എന്ന തോന്നലിലേക്ക് മക്കൾ എത്തും എന്നുള്ളതാണ് അല്ലെ. റെഡി അല്ലേ? പക്ഷെ ഒരു ചാപ്റ്റർ ഒഴിവാകുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ബാക്കി എല്ലാ ചാപ്റ്ററും പച്ചവെള്ളം പോലെ നിങ്ങൾക്ക് അറിയാം. പാറ്റേൺ മാറിയൊക്കെ വരുന്ന ഈ ഒരു ടൈമില് വേറെ ഏതെങ്കിലും ചാപ്റ്ററിലെ 1 മാർക്കിൽ നഷ്ടപ്പെട്ടാൽ അത് പ്രശ്നമാവും. അതായത് ഒരു പോയിന്റ് പോലും പഠിക്കുന്ന 5 ചാപ്റ്ററും പറഞ്ഞത് പച്ചവെള്ളം പോലെ പഠിച്ച് ക്ലിയർ ആക്കിയിട്ട് എക്സാമിന് പോകും. അതിനുള്ള സമയം ഉണ്ടാവും. റെഡി അല്ലേ? അപ്പോ ചാപ്റ്റർ 5ലേക്ക് ഇനി പോലെ ചാപ്റ്റർ 5-ൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ്. 7 മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നു. അതായത് 1 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ, 2 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ ആൻഡ് 4 മാർക്ക് 1 ക്വസ്റ്റ്യൻ. യെസ്, അപ്പൊ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്റർ ആണ്, ഒരിക്കലും വിട്ടുകളയരുത്. ചാപ്റ്റർ 5 വിട്ട് പഠിക്കാൻ പാടില്ല. 4 മാർക്കിന്റെ ചാപ്റ്റർ 6ലേക്ക് വരികയാണെങ്കിൽ 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അതായത് ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് 10 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കാൻ. ആ ചാപ്റ്ററിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റർ കൂടിയാണ് ഓർഗാനിക് കെമിസ്ട്രി അല്ലേ. എനിക്ക് തോന്നുന്നു അതായത് ഈ ഓർഗാനിക്കിന്റെ നോമൻക്ലേച്ചറും കാര്യങ്ങളുമാണ് നിങ്ങൾ +1ലേക്ക് ഞങ്ങളുടെ അടുത്തേക്ക് +2ലേക്കൊക്കെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആകാൻ പോകുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ മാർക്കിന് വേണ്ടി മാത്രമല്ല, നല്ല ഡെപ്തിൽ നല്ല വൃത്തിക്ക് പഠിച്ചോളൂ അല്ലെ. അതായത് എല്ലാ എക്സാമും നമ്മളെല്ലാ +1 +2 ഭൂരിഭാഗം ടോപ്പിക്കും നമുക്ക് ഓർഗാനിക് തന്നെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചാൽ പിന്നീട് നമുക്ക് യൂസ്ഫുൾ ആണെന്ന് കൂടി ഓർമ്മിക്കുക. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ചാപ്റ്റർ 6 കഴിഞ്ഞാൽ ചാപ്റ്റർ 7 എടുക്കുകയാണെങ്കിൽ 2 ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ 3 മാർക്കിന്റെ ഒരു ചോദ്യവും 2 മാർക്കിന്റെ ഒരു ചോദ്യവും ചേർത്ത് 5 മാർക്ക്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഓൾമോസ്റ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞ മക്കളിന് ഒരു ചാപ്റ്ററെ അവശേഷിക്കുന്നുള്ളെങ്കിൽ മോഡൽ എക്സാമിന് മാത്രം നിങ്ങൾക്ക് അവസാന ചാപ്റ്റർ ഒഴിവാക്കാം. അതായത് നിങ്ങൾ മൊത്തം ചാപ്റ്റർ നിങ്ങൾക്ക് ഏതാണോ കൂടുതലായിട്ട് എന്ത് ചെയ്യാം നോക്കണം, മാർക്ക് നോക്കണം. മാർക്ക് നോക്കിയിട്ട് A+ നഷ്ടപ്പെടുത്താതെ ഏത് ചാപ്റ്റർ ഒഴിവാക്കാം. മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആകെ 40 മാർക്കാണ്. 40-ലാണ് എക്സാം നടക്കുന്നത്. 40-ൽ 40 കിട്ടുന്ന ആൾക്ക് ഫുൾ മാർക്കാണ്. പക്ഷെ 50 മാർക്കിന്റെ ചോദ്യങ്ങൾ മൊത്തം ഉണ്ടാകും. 10 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത് ചോയ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്കത് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്കത് ഒഴിവാക്കാം, വേണമെങ്കിൽ എഴുതാം. കോൺഫിഡൻസ് വേറൊരു ആൻസറിൽ കോൺഫിഡൻസ് കുറവാണെങ്കിൽ ഇതും കൂടെ എഴുതി വെക്കാം. ബെസ്റ്റ് ഓഫ് 2 ആയിരിക്കും. അങ്ങനെ ഒഴിവാക്കി പഠിക്കാതെ ഇത് ഏതിന് മാത്രമാണ് മോഡൽ എക്സാമിന് മാത്രം ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി പിടിച്ചു. അതെ, അപ്പൊ പബ്ലിക് എക്സാമിന് ഇത് എന്ന് നിങ്ങൾക്ക് പഠിക്കാമെന്ന് ചോദിച്ചാൽ ഈ 2 ചാപ്റ്റർ തൽക്കാലം ഒരു ദിവസം 2 എക്സാം എഴുതേണ്ടത് കൊണ്ട് മാത്രം ഒഴിവാക്കാം. മോഡൽ എക്സാമിൽ ഇങ്ങനെ ഒരു ചതിയുള്ളത് കൊണ്ട് മാത്രമാണ് മക്കളോട് ഇത് ഒഴിവാക്കാം എന്ന് പറയുന്നത്. 21-ാം തീയതി മോഡൽ എക്സാം അവസാനിക്കും. പിന്നീട് 3-ാം തീയതി മാത്രമാണ് പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു 10 ദിവസം ഗ്യാപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒഴിവാക്കിയ ചാപ്റ്റേഴ്സ്, ഇത് കെമിസ്ട്രിക്ക് മാത്രമല്ല ഫിസിക്സിനും ബയോളജിക്കും ഒക്കെ ആപ്ലിക്കബിൾ ആണ്. മക്കളെല്ലാത്തിനും ഓരോ ഇങ്ങനെ ഇത്രയും ക്രിട്ടിക്കൽ ആണെങ്കിൽ മാത്രമാണ് പഠിച്ചു തീരില്ല എന്നുള്ള ഒരു തോന്നൽ വന്നാൽ മാത്രമാണ് ഇത് പറയുന്നത്. ഓക്കെ, റെഡി അല്ലേ? അപ്പോ എല്ലാത്തിനും ഈ ഒഴിവാക്കി നിർത്തുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ശേഷമുള്ള ടൈമിൽ പഠിച്ചെടുക്കാം. ഇപ്പോൾ വേണ്ടത് ഒരു സ്മാർട്ട് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. കൃത്യമായ ഒരു ടൈം ടേബിളോട് കൂടി ഇതേപോലെ ഓരോ സബ്ജക്റ്റിന്റെയും വെയിറ്റേജ് മനസ്സിലാക്കി ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ പഠിച്ച് മോഡൽ എക്സാം അടിപൊളിയായിട്ട് എഴുതുക. വീണ്ടും മക്കളോട് ഞങ്ങൾ പറയുന്നത് ഒഴിവാക്കാം എന്ന് പറയുന്നത് മക്കളുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി മാത്രമാണ്, A+ലേക്ക് എത്താൻ വേണ്ടി മാത്രം അല്ലേ. റെഡി? അപ്പോ ആദ്യമായിട്ടാണ് നമ്മളെ കാണുന്നതെങ്കിൽ, നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഞങ്ങളെയും അവർ ആദ്യമായിട്ടായി കാണുന്നത്. അതേപോലെ SLC മക്കളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആകും. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ മാത്രമാണ് ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യേണ്ടത്. എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ റിവൈസ് ചെയ്യുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. റിവിഷനിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കുക. നിങ്ങൾക്ക് ഈ ഓർഗാനിക് കെമിസ്ട്രി 10 മാർക്കിന്റെ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ഓർമ്മിക്കാൻ മക്കൾ വോളറ്റൈൽ ആണ്, പെട്ടെന്ന് വേപ്പറായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓർഗാനിക് എഴുതി പഠിക്കുക. ഏത് കോണ്ടന്റ് വേണമെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഏത് കോണ്ടന്റ് ആണോ, ഫിസിക്സിന്റെ ആണോ മാത്സിന്റെ ആണോ ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. അതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകുന്നതായിരിക്കും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ്. ഓക്കെ, ബൈ.